നമസ്കാരം. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് LPS ഇടയ്ക്കോട് ആരംഭിച്ച കഥ പറയും നേരം എന്ന പരിപാടിയിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്ന പുസ്തകമാണ് പാത്തുമ്മയുടെ ആട്. ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ പ്രസിദ്ധനായ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നോവലാണ് പാത്തുമ്മ. 1959 പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുണ്ട്. സ്വന്തം വീടും വീട്ടുകാരും ചുറ്റുപാടുമുള്ള പക്ഷിമൃഗാദികളും ഒക്കെ തന്നെയാണ് ഇതിലെ കഥാപാത്രങ്ങൾ. ഒരു ഊരു ചുറ്റലിന് ശേഷം പ്രശാന്തി തേടി വീട്ടിലെത്തിയ ബഷീറിനെ അശാന്തിയിലേക്ക് നയിച്ച ഒരുപാട് സംഭവങ്ങൾ ഈ നോവലിലുടനീളം കാണാം. ബഷീറിന്റെ സഹോദരിയായ പാത്തുമ്മയുടെ ആടിനെ ചുറ്റിപ്പറ്റിയാണ് ഇതിലെ കഥകൾ നടക്കുന്നത്. ബഷീറിന്റെ ഒരു ജീവിതത്തിലെ ഒരു ഏട് തന്നെയാണ് ഈ പുസ്തകം. പാത്തുമ്മയുടെ ആടിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും അത് നൽകുന്ന പാലിനെ സംബന്ധിച്ചുള്ള കലാപങ്ങളും ഒക്കെ തന്നെയാണ് ഇതിലെ വിഷയമെന്ന് പറയുന്നത്. 18 അംഗങ്ങൾ താമസിക്കുന്ന 200 വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ഫലിതരൂപേണ ബഷീർ അവതരിപ്പിക്കുന്നു. പാത്തുമ്മയുടെ ആടിനെ എവിടെയും കടന്നു ചെന്ന് ആരെയും കൂസാതെ എന്ത് അധികാരവും കാണിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബഷീറിന്റെ ശബ്ദങ്ങളും ബാല്യകാല സഖ്യമൊക്കെ അത് സ്റ്റൈലായി ചവച്ചിരിക്കുന്നത്. ഉള്ളാടത്തിപ്പാറൂർ, ബാലേപ്പിടി, കൊമ്പേപ്പിടി തുടങ്ങിയ ഗ്രാമീണ ഭാഷാപദങ്ങൾ കൊണ്ട് ശക്തമാണ് അദ്ദേഹത്തിന്റെ ഈ നോവൽ. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും നമ്മെ കരയിപ്പിച്ചും ഒക്കെ നമ്മളുടെ ഹൃദയം കവർന്ന ഒരു നോവൽ കൂടിയാണ് പാത്തുമ്മയുടെ ആട്. ഇതിലെ സംഭവങ്ങളെല്ലാം വായിക്കുമ്പോൾ ഒരു വാങ്മയ ചിത്രത്തിൽ എന്ന പോലെ നമ്മുടെ മനസ്സിലേക്ക് ഓരോ സംഭവങ്ങളും കടന്നു വരുന്നു. ഇത് ചുമ്മാ ഒരു കഥയല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സത്യമായ ഒരു കഥയാണ്. ഒരു ചെറിയ കൃതിയാണെങ്കിൽ കൂടി ഒരു പ്രത്യേക ലോകം നമ്മുടെ ആന്തരിക നേത്രങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടി തരികയാണ് ബഷീർ. അദ്ദേഹത്തിന്റെ സർഗാത്മകതയിൽ ഉണ്ടായ മലയാളത്തിന് ലഭിച്ച ഏറ്റവും വലിയ ഒരു രത്നം കൂടിയാണ് ഈ പുസ്തകം. എല്ലാവരും വായിക്കുക, ആസ്വദിക്കുക.